ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് എന്ന പ്രദേശത്താണ്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും കാലിച്ചന്ത ഉണ്ടാവാറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പശുക്കളുണ്ട് ഇന്ന് ചന്തയിൽ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, HF പശുവാണ്. അത്യാവശ്യം കുഴപ്പമില്ല ചന്തയിൽ നിന്ന്. അതുകൊണ്ട് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത്. ഇത് ഒരു നല്ല പശുവാണ്, കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ അകിടും അതേപോലെ ബോഡി ഷേപ്പും അത്യാവശ്യം പ്രായമുണ്ട്, ചെറിയ പ്രായം കൂടുതലുണ്ട് കണ്ടിട്ട് കാഴ്ചയ്ക്ക്. ചന്തയിലായതുകൊണ്ട് ഏകദേശം പറയുന്ന റേറ്റ് എന്ന് വെച്ചാൽ 45,000 റേഞ്ചിലാണ് പറയുന്നത്. ഇത് കുഴപ്പമില്ല, ഒരു നാടൻ പശുവാണ്. പാല് പറയുന്നത് 8 ലിറ്ററൊക്കെ പറയുന്നതാണ്. ഉണ്ടാകാൻ പ്രതീക്ഷയല്ല കാഴ്ചക്ക് കണ്ടിട്ട്, കുഴപ്പമില്ല കണ്ടിട്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാളക്കുട്ടിയാണ്, പ്രായം കുറവാണ്. അത്യാവശ്യം ഏജുള്ളൊരു പശുവാണ്. പാല് വീട്ടിലേക്ക് ആവശ്യമുള്ളതുണ്ടാവും, പക്ഷേ ഒരു തൊഴിലായിട്ട് നമ്മൾ വീട്ടിൽ വളർത്താനായിട്ട് പറ്റില്ല. ഒരു വരുമാനമായിട്ട് വളർത്താൻ പ്രയാസമാണ് ഈ ഒരു പശു. 10 ലിറ്ററിൻ്റെ ചൂടായിട്ട് 8 ലിറ്റർ 7 ലിറ്റർ ആ റേഞ്ചിലാണ് പാല് കിട്ടുന്നതെന്നും പറയുന്നത്. റേറ്റ് കുറവാണ്, പശുവിന് റേറ്റ് കുറവാണ്, ഏജ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതാണ് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയിലെ ഒരു കാഴ്ച. അത്യാവശ്യം നല്ല കാളക്കുട്ടികളുണ്ട്, അറിവിന് പറ്റിയതൊക്കെ. കാഴ്ചക്ക് കുഴപ്പമില്ല, പക്ഷെ പാല് കമ്മിയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു 8 ലിറ്റർ 7 ലിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. നല്ലൊരു കാളാണ്, ആന്ധ്ര കാളാണ്. പറയുന്നത് 55 60 റേഞ്ചിലാണ്. അപ്പോൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കുറയും. അത് ചന്തയിലായതുകൊണ്ട് എല്ലാവർക്കും അറിയാം അതിൻ്റെ കച്ചവടത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ഒക്കെ ആന്ധ്ര കന്നുകളാണ്. നല്ല കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ടാവും. ആന്ധ്ര കന്നുകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാഴ്ചക്ക്. ഇതൊക്കെ പറയുന്നത് 75 80 ആ റേഞ്ചിലേക്കാണ്. ഓരോന്നും വ്യത്യസ്ത വിലയാണ്. പിന്നെ നമ്മൾ ചന്തയിൽ വന്നു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് റേറ്റ്, പ്രോപ്പറായിട്ട് റേറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു മൂരിക്കുട്ടിയാണ്, അടിപൊളി നല്ല ആരോഗ്യമുള്ളൊരു മൂരിക്കുട്ടിയാണ്, വീട്ടിൽ വളർത്താൻ പറ്റും. ഇതിപ്പോൾ ഒരു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിർ പശുവിൻ്റെ ഒരു ക്രോസാണ്, നല്ലൊരു കാള. റേറ്റ് ഞാൻ പറയാത്തെന്താ വെച്ചാൽ വ്യത്യസ്ത റേറ്റാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ 5,000 10,000 10,000 5,000 കുറഞ്ഞ് കിട്ടും ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അത്യാവശ്യം കുഴപ്പമില്ല അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. ഈ ചന്തയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടമാനം ആൾക്കാരാണ്, കാഴ്ചക്കാർ കൂടുതലാണ് ചന്തയിൽ. നല്ല കച്ചവടം, ഇന്ന് രാവിലെ നല്ല കച്ചവടം നടന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് പോത്തുകളും ഒരു ഭാഗത്ത് പശുക്കൾ, ഒരു ഭാഗത്ത് മൂരികൾ, അങ്ങനെ ആ റേഞ്ച് ഒരു മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വണ്ടിക്കാള എന്ന് പറയും ഈ ഒരു കാള. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് മെയിനായിട്ട്. ഇതാണ് ഒരു ഭാഗം, ചട്ടിപ്പറമ്പ് ഇവിടെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇങ്ങനെ നോക്കിയാലേ അറിയാം. ഈ ഒരു പോത്ത് കണ്ടോ, പറയുന്നത് എന്താ വെച്ചാൽ 100 കിലോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 130 140 റേറ്റ്, 150
150 പറയുന്നത്. പക്ഷെ 140 ആ റേഞ്ചിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് സാധ്യത ചന്തയിൽ. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ പൊതുവെ. ഇതൊരു പശുവാണ്. ചന്തയുടെ മറ്റൊരു ഭാഗം. ഒക്കെ കറവ കഴിഞ്ഞ് പറ്റിയ പശുക്കളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശുക്കളാണ്. നല്ലൊരു കച്ചവടം കണ്ടാൽ മനസ്സിലായി ഇങ്ങനെയൊക്കെ ഒരു കച്ചവടം നടക്കുന്നത്.